വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറയണ്ടായി നമ്മൾ ഈ 53 ഇന്ന് 54ാമത്തെ ദിവസമാണ് അല്ലെ. 53 ദിവസം കൊണ്ട് എത്രയൊക്കെ ടോപ്പിക്സ് കവർ ചെയ്തു എന്നുള്ളത് പറയണ്ടേ. അത്യാവശ്യം നല്ല രീതിയിലുള്ള ടോപ്പിക്സ് തന്നെ സിലബസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ അധികം ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്തു. ഇനി ബയോളജി ഭാഗം, ജീവശാസ്ത്രത്തിന്റെ ഒരുവിധം ഭാഗങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും കുറച്ച് ഭാഗങ്ങളാണ്. അത് ഇനിയും നമുക്ക് ഇഷ്ടം പോലെ ദിവസങ്ങൾ എടുക്കേണ്ട 100 ദിവസമാണ് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലെ. ഇന്നിപ്പോ 54 ദിവസമായിട്ടുള്ളൂ. ബാക്കി സാവധാനം നമ്മൾ പഠിച്ചു തീർക്കും. അതിനു മുമ്പ് നോക്കൂ, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇനി ഒന്ന് രണ്ടെണ്ണം ഞാൻ ഇടയിൽ വിട്ടിട്ടുള്ള ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് സിലബസിൽ. അതിലെ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അപ്പൊ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഉടമ്പടികളെ കുറിച്ചും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സംഘടന ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ടാവും. വേൾഡ് വൈഡ് ഫണ്ട്, ഗ്രീൻ പീസ് അല്ലെ, ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ സംഘടനകൾ കേട്ടിട്ടില്ലേ. അതുപോലെ തന്നെ കമ്മീഷൻസ്, ഇപ്പൊ ഗാഡ്ഗിൽ കമ്മീഷൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള, കസ്തൂരി രംഗൻ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കമ്മീഷൻസ്, ചിപ്കോ മൂവ്മെന്റ്, അതുപോലെ തന്നെ ജംഗിൾ നർമ്മദ ബച്ചാവോ ആന്തോളൻ, അതുപോലെ തന്നെ എന്താണ് ജംഗിൾ ബച്ചാവോ ആന്തോളൻ, അങ്ങനെ ചാലിയാർ സമരം, ചെങ്ങറ ഭൂ സമരം എന്നൊക്കെ, മുത്തങ്ങ സമരം, പ്ലാച്ചിമട സമരം, എൻഡോസൾഫാൻ സമരം, അങ്ങനെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ പഠിക്കണം. അപ്പോ നമ്മൾ ആദ്യം തന്നെ എന്താ പഠിക്കണേ? പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഉടമ്പടികളാണ് പഠിക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കടേക്കാൻ മുന്നേ ഒന്ന് രണ്ട് കാര്യം കൂടി ഞാൻ പറയാണ്. എന്റെ ഭാഗം ഞാൻ 53 ദിവസമായി, 54 ദിവസമായി, ഇത്രയും ഭാഗം ടീച്ചർ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് എന്റെ ഭാഗം ഞാൻ ആത്മാർത്ഥത നിങ്ങളോട് കാണിക്കണം. ഞാൻ ഒരു കുട്ടിയാണ് എൻ്റെ ചാനലില് എൻ്റെ ഈ വീഡിയോ കാണുന്നതെച്ചാലും ഞാൻ ആ ഒരു കുട്ടി കാണുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടിയിട്ടും ഞാൻ ക്ലാസ് അപ്ലോഡ് ചെയ്യും. പക്ഷേ നിങ്ങൾ എന്നോട് ആത്മാർത്ഥത ആരും കാണിക്കണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ നിങ്ങളോട് തന്നെ ആത്മാർത്ഥത കാണിക്കുക മക്കളെ. എന്നിരുന്നാലാണ് നമുക്ക് ജോലി കിട്ടുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും ഡേറ്റ് വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് പലരും എന്താ മടി പിടിച്ചിരിക്കുന്നുണ്ടാവും. പക്ഷെ ഡേറ്റ് വന്ന് നമ്മളുടെ മുമ്പിൽ ചിലപ്പോൾ 2-3 മാസങ്ങളെ ബാക്കി ഉണ്ടാവുള്ളൂ. 2027 ജാനുവരി 11 നമ്മുടെ ആ റാങ്ക് ലിസ്റ്റ് തീർന്ന് 12 പുതിയ റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ നമ്മൾ ഒരു ഏപ്രിൽ മെയ് മാസത്തിൽ വേണ്ട, ജൂൺ മാസത്തിലെങ്കിലും പരീക്ഷ നടക്കണ്ടേ. അപ്പൊ നമ്മുടെ കയ്യിൽ ഇനി വളരെ ചുരുങ്ങിയ മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന്റെ ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ചാനൽ കണ്ടു പഠിക്കണം എന്നൊന്നുമല്ല ഞാൻ പറയണത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് ആത്മാർത്ഥത കാണിച്ച് പഠിക്കുക. അപ്പൊ 2027 നിങ്ങൾക്കൊരു നല്ലൊരു ജോലി കിട്ടി സമാധാനത്തോടുകൂടി ഇരിക്കാൻ സാധിക്കും. അങ്ങനെ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ടീച്ചർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ നമ്മൾ പരിസ്ഥിതി ഉടമ്പടികളിലേക്കാട്ടോ പോണേ മക്കളെ. പരിസ്ഥിതി ഉടമ്പടികൾ എന്ന് പറയുന്ന ടോപ്പിക്. അപ്പോൾ പരിസ്ഥിതി പ്രശ്നങ്ങളിൽ നമ്മൾ പറഞ്ഞു ആദ്യത്തെ ടോപ്പിക് പരിസ്ഥിതി ഉടമ്പടികളാണ്. പ്രധാനപ്പെട്ട കുറച്ച് ഉടമ്പടികൾ നമുക്ക് പഠിക്കാനുണ്ട്. ആ ഉടമ്പടികളില് ആദ്യത്തെ ഒരു ഉടമ്പടിയാണ് നമ്മൾ എല്ലാവരും കേട്ടിട്ടില്ലേ, മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന്. എന്താണ് പലപ്പോഴും നമ്മൾ മോൺട്രിയൽ പ്രോട്ടോകോൾ എവിടെയാണ് സൈൻ ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാണ് അത് നിലവിൽ വന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും എന്താണ് മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് എല്ലാവർക്കും അറിയണമെന്നില്ല. അറിയുന്ന കുട്ടികൾ ഉണ്ടാവാം അല്ലെ. അപ്പോ നമുക്കറിയാം ഓസോൺ പാളിക്ക് ധാരാളം എന്താ പറഞ്ഞേ നാശം സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ ശോഷണം സംഭവിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും പേപ്പറിലൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. അത് എന്താണ്? ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ, അതിന്റെ ഉപയോഗം കൂടിയത് കൊണ്ടാണ്. എന്തിന്റെ ഉപയോഗമാണ്? ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ, ഹൈഡ്രോ ഫ്ലൂറോ കാർബണിന്റെ ഉപയോഗം കൂടിയത് കൊണ്ടാണ് ഈ ഓസോൺ പാളിക്ക് ഇത്രയും മാത്രം ശോഷണമൊക്കെ ഉണ്ടാവാൻ കാരണം. അപ്പൊ ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന വസ്തുക്കൾ ഏതാണോ ആ വസ്തുക്കളുടെ അളവ് കുറയ്ക്കുന്നതിനായി നിലവിൽ വന്ന പ്രോട്ടോകോളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോൺട്രിയൽ പ്രോട്ടോകോൾ. അപ്പൊ എന്താ? ഓസോൺ പാളിയുടെ നാശത്തിന്, ഓസോൺ പാളിക്ക് എന്താണോ നാശമുണ്ടാകുന്നത് അത്തരം നാശമുണ്ടാക്കുന്ന വസ്തുക്കൾ പരമാവധി ഉപയോഗിക്കുന്നത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ സൈൻ ചെയ്തതാണ്. ഇനി നമുക്കറിയാം ഐക്യരാഷ്ട്ര സംഘടനയുണ്ടല്ലോ, UN. ഈ UNOന്റെ ഐക്യരാഷ്ട്ര സംഘടനയുടെ എല്ലാ അംഗങ്ങളും എന്താണ്? എല്ലാ അംഗങ്ങളും അംഗീകരിച്ച ഒരേ ഒരു ഉടമ്പടിയാണ്. എല്ലാ മെമ്പേഴ്സും, എല്ലാ അംഗങ്ങളും അംഗീകരിച്ച ഒരേ ഒരു ഉടമ്പടിയാണ് ഏത്? മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഉടമ്പടി 1987 സെപ്റ്റംബർ മാസം 16
മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പുവെച്ചു എങ്കിലും മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നത് 1989 എന്ന് മനസ്സിലാക്കുക. അപ്പൊ എന്താണ്? ഓസോൺ പാളിക്ക് നാശമുണ്ടാക്കുന്ന അല്ലെങ്കിൽ വിള്ളലുണ്ടാക്കുന്ന അല്ലെങ്കിൽ ശോഷണം ഉണ്ടാക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയാണോ അത്തരം വസ്തുക്കൾ അല്ലെ നമ്മൾ അന്തരീക്ഷത്തിലേക്ക് പുറത്തുവിടുന്നത് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ അംഗരാജ്യങ്ങളും ഒരുപോലെ അംഗീകരിച്ചുകൊണ്ട് ഒരു ഉടമ്പടി ഒപ്പിടുന്നു 1987 സെപ്റ്റംബർ മാസം 16 അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോ ഈ ഇതിന് പ്രധാനപ്പെട്ട കാരണം ആരാന്ന് നമ്മൾ പറഞ്ഞ് ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ ആണ്. എന്തിന് കാരണം? ഈ ഓസോൺ പാളിക്ക് ശോഷണം ഉണ്ടാകാൻ അല്ലെങ്കിൽ വിള്ളൽ ഉണ്ടാകാൻ കാരണം. അപ്പൊ 1987 ഇത് നമ്മൾ ഒപ്പിട്ടൂലോ, 1987 ഒപ്പിട്ട ഈ ഉടമ്പടി എന്ന് നിലവിൽ വന്നു, എന്നാണ് അത് നിലവിൽ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും 1989 നിലവിൽ വന്നത് എന്ന് പറയൂലേ. അങ്ങനെ 1989 നിലവിൽ വന്ന ഈ ഒരു പദ്ധതി എല്ലാ അംഗരാജ്യങ്ങളും ആരുടെ UNOന്റെ എല്ലാ മെമ്പേഴ്സും ഒരേപോലെ എന്താണ് അംഗീകരിച്ചു എന്നും കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇനി UNOയുമായി ബന്ധപ്പെട്ട് നമുക്ക് അത്രയ്ക്കും കാര്യങ്ങളൊന്നും നമ്മുടെ എന്താ പറയാ ഇതിൽ ചോദിക്കുന്നില്ല. എന്താ പറയണേ, ഈ സിലബസിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ കൂടി ഞങ്ങൾക്ക് കുറച്ചും കൂടെ പഠിക്കണം എന്നുള്ള കുട്ടികൾക്ക് UNOയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ് ടീച്ചർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണണം എന്നുള്ള കുട്ടികൾ UNOന്റെ ക്ലാസ് കണ്ടോളൂ. പക്ഷെ ഇതൊക്കെ നിങ്ങൾ പഠിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. നമ്മൾ ഈ 100 ദിവസത്തെ ക്ലാസ്സിൽ ഇടുന്നത് കേട്ടോ. അപ്പൊ ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? അപ്പൊ ഇനി അടുത്തത് എന്താ പറയണേ, ഈ മോൺട്രിയൽ പ്രോട്ടോകോള് ഒരു പ്രാവശ്യം മോൺട്രിയൽ പ്രോട്ടോകോള് നമ്മൾ ഇങ്ങനെ രൂപീകരിച്ചു എങ്കിലും ഈ മോൺട്രിയൽ പ്രോട്ടോകോൾ നമ്മൾ പലതവണ എന്ത് ചെയ്തിട്ടുണ്ട്? ഭേദഗതി ചെയ്തിട്ടുണ്ട്. അപ്പൊ എപ്പോഴൊക്കെയാണ് മോൺട്രിയൽ പ്രോട്ടോകോള് ഭേദഗതി ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. എപ്പോഴൊക്കെയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ ഭേദഗതി ചെയ്തത്? ലണ്ടനിൽ വെച്ച് ഇത് ഒരു തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. എവിടെയാണ്? ലണ്ടനിൽ വെച്ച് ഭേദഗതി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോപ്പൻഹേഗനിൽ വെച്ച് ഭേദഗതി ചെയ്തിട്ടുണ്ട്. എവിടെയാണ്? കോപ്പൻഹേഗൻ, ലണ്ടനില്, കോപ്പൻഹേഗനില്. അതുപോലെ തന്നെ പിന്നെ എവിടെയാണ്? വിയന്നയിൽ വെച്ച് ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഇനി മോൺട്രിയലിൽ വെച്ച് വീണ്ടും 1997 മോൺട്രിയലിൽ വെച്ച് വീണ്ടും ഭേദഗതി ചെയ്തിട്ടുണ്ട്. പിന്നെ ബീജിംഗ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഭേദഗതി ചെയ്തിട്ടുണ്ട്. ചൈനയിലെ ബീജിംഗിൽ വെച്ച് ഭേദഗതി ചെയ്തിട്ടുണ്ട്. പിന്നെ കിഗലി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച്, ഇത്രയും സ്ഥലത്ത് വെച്ച് ഭേദഗതി നടത്തിയേക്കണം. അപ്പോ എത്ര പ്രാവശ്യം? 6 പ്രാവശ്യം മോൺട്രിയൽ പ്രോട്ടോകോളില് എന്ത് നടത്തിയിട്ടുണ്ട്? അമെൻമെന്റ് നടത്തിയിട്ടുണ്ടെന്നും മനസ്സിലാക്കാം. ഇനി നമ്മൾ പറഞ്ഞില്ലേ ഹൈഡ്രോ ഫ്ലൂറോ കാർബണിന്റെ അമിത ഉപയോഗം മൂലമാണ് ഈ ഓസോൺ പാളിക്ക് ശോഷണമൊക്കെ ഉണ്ടാവണേന്ന്. അപ്പൊ ഹൈഡ്രോ ഫ്ലൂറോ കാർബണിന്റെ ഉപയോഗം ഘട്ടമായിട്ട് നിർത്താൻ തീരുമാനിച്ച മോൺട്രിയൽ പ്രോട്ടോകോൾ ഭേദഗതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ പറയാ? 2016 കിഗലിയിൽ നടന്നിട്ടുള്ളതാണ്. 2016 കിഗലി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രോട്ടോകോൾ സൈൻ ചെയ്തു. അപ്പൊ അവിടെ വെച്ച് 2016 കിഗലിയിൽ നടന്നിട്ടുള്ള പ്രോട്ടോകോളിലാണ് ഹൈഡ്രോ ഫ്ലൂറോ കാർബണിന്റെ ഉപയോഗം ഘട്ടമായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് നമ്മള് ഒരു ഭേദഗതി നടത്തിയതും കൂടി മനസ്സിലാക്കാം. അങ്ങനെ ഇത്തരം എന്താ നമ്മുടെ പദ്ധതികളുടെ ഫലമായിട്ട് എന്ത് ഗുണമുണ്ടായി നമുക്ക്? മോൺട്രിയൽ ഉടമ്പടി നടപ്പിലാക്കിയത് മൂലം ഓസോൺ പാളിയുടെ ശോഷണം കുറയുന്നതായിട്ട് നമ്മൾക്ക് തെളിവ് കിട്ടുകയാണ്. അത് എവിടെയാണ് ആ തെളിവ് നമുക്ക് മനസ്സിലായത്? എവിടെയാണെന്നറിയോ നിങ്ങൾക്ക്? അന്റാർട്ടിക്കിന് മുകളിലാണ്. അപ്പൊ അന്റാർട്ടിക്കിന് മുകളിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു എന്താ പറയാ തെളിവും കൂടി കിട്ടി. എന്താണ്? നമ്മുടെ ഇത്രയും നല്ല രീതിയിലുള്ള ഈ ഉടമ്പടി ഇത്രയും രാജ്യങ്ങളൊക്കെ അല്ലെ, UNOന്റെ എല്ലാ രാജ്യങ്ങളും ഒരുപോലെ, അംഗരാജ്യങ്ങളും ഒരുപോലെ ഫോളോ ചെയ്തത് കൊണ്ട് നമ്മുടെ ഓസോൺ ശോഷണത്തിന് ഒരു കുറവുണ്ട്. അപ്പൊ പരിസ്ഥിതി ഉടമ്പടികളിൽ പ്രധാനപ്പെട്ട ഒരു ഉടമ്പടിയായ മോൺട്രിയൽ പ്രോട്ടോകോള്
1987 സെപ്റ്റംബർ മാസം 16 UNOയിലെ എല്ലാ മെമ്പർ കൺട്രീസും ഒരുപോലെ അംഗീകരിച്ച ഒരു പ്രോട്ടോകോൾ ആണ്. 87 സൈൻ ചെയ്തു എങ്കിലും 1989 മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോൺട്രിയൽ പ്രോട്ടോകോൾ സൈൻ ചെയ്തത്? ഓസോൺ പാളിയുടെ നാശത്തിനു കാരണമാകുന്ന വസ്തുക്കളുടെ അളവ് പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? ഇങ്ങനെ സൈൻ ചെയ്തിട്ടുള്ള ഈ ഉടമ്പടി ലണ്ടനില് 1990 ലണ്ടനിൽ വെച്ച്, 1992 കോപ്പൻഹേഗനിൽ വെച്ച്, 1995 വിയന്നയിൽ വെച്ച്, 1997 മോൺട്രിയലിൽ വെച്ച്, 1999 ബീജിംഗിൽ വെച്ച്, 2016 കിഗലി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച്, ഇത്രയും സ്ഥലത്ത് വെച്ചൊക്കെ ഇതിന് ചെറിയ ചെറിയ അമെൻമെന്റ്സ് അഥവാ ഭേദഗതികള് നമ്മൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഭേദഗതികളൊക്കെ നടത്തി ഭംഗിയായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ആ കാര്യം ഫോളോ ചെയ്തു എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ആ ഫോളോ ചെയ്തത് കൊണ്ട് നമുക്ക് എന്തും ഗുണമുണ്ടായി? ഓസോൺ പാളിയുടെ ആ ശോഷണം കുറയുന്നതായിട്ട് നമുക്ക് തെളിവും കിട്ടി. തെളിവ് നമുക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്ന് മനസ്സിലാക്കണം. നമ്മൾ അന്റാർട്ടിക്കിന് മുകളിൽ നിന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഒരു പരിസ്ഥിതി ഉടമ്പടി ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഉടമ്പടിയെ കുറിച്ചാണ്. എന്താണ് ക്യോട്ടോ പ്രോട്ടോകോൾ? അപ്പൊ ക്യോട്ടോ പ്രോട്ടോകോൾ ഉടമ്പടി എന്തിനാണ് രൂപീകരിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉടമ്പടി എന്തിനാണ് ഉണ്ടാക്കിയത്? ഹരിത ഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നതിന്. എന്തിനാണ്? ഹരിത ഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കുക കേട്ടോ. അതാണ് എന്തിന്റെ ഉദ്ദേശം? ക്യോട്ടോ പ്രോട്ടോകോളിന്റെ ഉദ്ദേശം. അപ്പൊ ഹരിത ഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ട് ആഗോളതലത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയുന്നത് ഉടമ്പടി എന്ന് നമുക്ക് ക്യോട്ടോ പ്രോട്ടോകോളിനെ വിശേഷിപ്പിക്കാം. 1997 ജപ്പാനിലെ ക്യോട്ടോ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ പ്രോട്ടോകോൾ നമ്മൾ സൈൻ ചെയ്തത്. ഈ ക്യോട്ടോ പ്രോട്ടോകോൾ പക്ഷേ നിലവിൽ വന്നത് 2005 എന്നും നമ്മൾ മനസ്സിലാക്കണം. ക്യോട്ടോ പ്രോട്ടോകോളിന് 141 അംഗരാജ്യങ്ങളാണ് അംഗീകാരം നൽകിയത്. ഇനി നമ്മള് എന്താ പറയാ 1990 നിന്ന് 5% എന്താണ് ഹരിത ഗൃഹവാതകങ്ങളുടെ തോത് കുറയ്ക്കണം. എപ്പോഴാകുമ്പോഴേക്കും? 2012 ആകുമ്പോഴേക്കും എന്ന ഉദ്ദേശത്തോടു കൂടി ക്യോട്ടോ പ്രോട്ടോകോൾ വഴി നമ്മൾ കുറച്ച് വ്യാവസായിക രാജ്യങ്ങൾക്ക് താക്കീത് കൂടി നൽകുകയുണ്ടായി. വ്യാവസായിക രാജ്യങ്ങൾക്ക് എന്ത് നൽകി? താക്കീത് നൽകി. എത്ര രാജ്യങ്ങൾക്ക് താക്കീത് നൽകി എന്ന് മനസ്സിലാക്കുക നിങ്ങൾ? 35 രാജ്യങ്ങൾക്ക്. നിങ്ങൾ മര്യാദയ്ക്ക് എന്താണ് ഹരിത ഗൃഹവാതകങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കുറച്ചോളോ എന്ന് പറഞ്ഞിട്ട് ഈ ക്യോട്ടോ പ്രോട്ടോകോൾ ഉടമ്പടി പ്രകാരം താക്കീത് നൽകുകയാണ് 35 വ്യാവസായിക രാജ്യങ്ങൾക്ക്. അവരായിരിക്കുമല്ലോ വ്യവസായത്തില് മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളല്ലേ ഹരിത ഗൃഹവാതകങ്ങൾ ഏറ്റവും കൂടുതൽ അന്തരീക്ഷത്തിലേക്ക് പുറത്തുവിടുക. അപ്പൊ അവർക്ക് നമ്മൾ നിർദ്ദേശവും നൽകി. ഇനി ക്യോട്ടോ പ്രോട്ടോകോളിൽ നിന്നും പിൻവാങ്ങിയ രാഷ്ട്രം ഏതാണ്? ഒരു രാഷ്ട്രം പിൻവാങ്ങിയത് ആരാന്ന് ചോദിച്ചാൽ കാനഡ. എന്തുകൊണ്ടായിരിക്കും അവർക്ക് ഈ കാര്യം പറഞ്ഞ പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല? കാരണം എന്താണ്? അവർ ഹരിതഗൃഹവാതകങ്ങൾ പുറത്തുവിടുന്ന പരമാവധി കുറച്ച അവരുടെ വ്യവസായവൽക്കരണം അവിടെ മോശാവൂല്ലേ? അപ്പൊ അതുകൊണ്ട് അവരിതിൽ നിന്നും പിൻവാങ്ങി. അപ്പൊ എന്താ നമ്മൾ ക്യോട്ടോ പ്രോട്ടോകോളിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട മക്കളെ? ഹരിതഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ടുള്ള ആഗോള ശ്രമത്തിന്റെ ഫലമായി 1997 ജപ്പാനിലെ ക്യോട്ടോ എന്ന് പറയുന്ന സ്ഥലത്ത് 141 അംഗങ്ങൾ അംഗീകരിച്ച ഒരു പ്രോട്ടോകോൾ, ഒരു ഉടമ്പടി തയ്യാറാക്കി. അതിനെയാണ് നമ്മൾ ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ക്യോട്ടോ പ്രോട്ടോകോൾ 141 രാജ്യങ്ങൾ സൈൻ ചെയ്തു എന്ന് മനസ്സിലാക്കുക. സൈൻ ചെയ്തത് 97 എവിടെ വെച്ച്? ജപ്പാനിലെ ക്യോട്ടോയിൽ വെച്ച്, അല്ലെ? ഇനി എന്നാൽ അത് നിലവിൽ വന്നത് 2005 എന്തായിരുന്നു ഉദ്ദേശം? 2012 ആകുമ്പോഴേക്കും 90 എത്ര ശതമാനം ഉണ്ടോ 1990 നിന്ന് 5% ഹരിതഗൃഹവാതകത്തിന്റെ തോത് കുറയ്ക്കുക എന്നായിരുന്നു നമ്മുടെ ലക്ഷ്യം. ക്ലിയർ ആയില്ലേ? അങ്ങനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ 35 വ്യാവസായിക രാജ്യങ്ങൾക്ക് എന്ത് നൽകി? താക്കീത് നൽകി.
നൽകി. നിങ്ങൾ എന്ത് ചെയ്യണം? ഹരിതഗൃഹവാതകങ്ങൾ പുറത്തുനിന്ന് കുറയ്ക്കണം എന്ന് പറഞ്ഞ് താക്കീത് നൽകി അല്ലെ. അപ്പൊ താക്കീതൊക്കെ നൽകി. ഇപ്പോ ക്യോട്ടോ പ്രോട്ടോകോളിൽ നിന്ന് പിൻവാങ്ങിയതാരാ? കാനഡ പിൻവാങ്ങുകയും ചെയ്തു. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ഒരു ഉടമ്പടി, അടുത്ത ഉടമ്പടി നമ്മൾ പഠിക്കുന്നു, പാരീസ് ഉടമ്പടി. അടുത്ത ഉടമ്പടിയുടെ പേരെന്താ? പാരീസ് ഉടമ്പടി എന്നാണ്. എന്താണ് പാരീസ് ഉടമ്പടിയുടെ പ്രത്യേകത? ക്യോട്ടോ പ്രോട്ടോകോള് എത്രയാണ് നമ്മൾ സമയം പറഞ്ഞത്? ക്യോട്ടോ പ്രോട്ടോകോൾ 2012 വരെയാണ് സമയം പറഞ്ഞത് അല്ലെ. 2012 ഹരിത ഗൃഹവാതകങ്ങളുടെ തോത് 5% കുറയ്ക്കുക എന്നാണ്. അപ്പൊ ആ ക്യോട്ടോ പ്രോട്ടോകോളിന്റെ കാലാവധി 2012 അവസാനിച്ചതിനെ തുടർന്ന് അതിൽ ഭേദഗതി വരുത്താൻ ലോകരാഷ്ട്രങ്ങൾ ദോഹയിൽ ഒത്തുചേർന്നു. എവിടെ? ദോഹയിൽ ഒത്തുചേർന്നു. അങ്ങനെ 2015 ക്യോട്ടോ പ്രോട്ടോകോളിന് പകരമായിട്ട് നിലവിൽ വന്ന ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയുടെ പേരാണ് എന്ത്? പാരീസ് ഉടമ്പടി. എന്താണ്? പാരീസ് ഉടമ്പടി അല്ലെങ്കിൽ പാരീസ് ക്ലൈമറ്റ് എഗ്രിമെന്റ്, അങ്ങനെ അതിനെ പറയും. പാരീസ് ഉടമ്പടി എന്നോ പാരീസ് ക്ലൈമറ്റ് എഗ്രിമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. എന്തിന് പകരം വന്നതാന്ന് മനസ്സിലാക്കണം? ക്യോട്ടോ പ്രോട്ടോകോളിന് പകരം വന്നതാണ് എന്ന് മനസ്സിലാക്കണം. ഈ പാരീസ് ക്ലൈമറ്റ് എഗ്രിമെന്റ് 2015 ആണ് ഉടമ്പടി നിലവിൽ വന്നത് അല്ലെ, പ്രോട്ടോകോളിന് പകരം. പക്ഷേ ഈ എഗ്രിമെന്റ് ക്ലിയർ ആയിട്ട് പ്രാവർത്തികമായത് എന്നാണ്? 2015 ഒപ്പിട്ടിട്ടൊന്നും കാര്യമില്ല. 2016 നവംബർ 4 മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നു. എന്നാ പ്രാബല്യത്തിൽ വന്നേ? 2016 നവംബർ 4. അങ്ങനെ എന്താണ്? 2050 ആഗോള താപന വർധനവ് 2 ഡിഗ്രി സെൽഷ്യസിനും താഴെയാക്കാനാണ് തീരുമാനം. ആഗോള താപന വർധനവ് 2 ഡിഗ്രി സെൽഷ്യസിനും താഴെയാക്കുക. ഈ അളവൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. എന്നാണ് പാരീസ് ഉടമ്പടിയുടെ ഉദ്ദേശം. അപ്പൊ പാരീസ് ഉടമ്പടിയുടെ ഉദ്ദേശം ഇതാന്ന് കണ്ട. അമേരിക്ക പാരീസ് ഉടമ്പടിയിൽ നിന്നും പിൻവാങ്ങി. നേരത്തെ ക്യോട്ടോ പ്രോട്ടോകോളിൽ നിന്നും ആര് പിൻവാങ്ങി? കാനഡ പിൻവാങ്ങിയെങ്കിൽ പാരീസ് ഉടമ്പടിയിൽ നിന്നും ആര് പിൻവാങ്ങി? അമേരിക്ക പിൻവാങ്ങി. ക്ലിയർ ആയോ മക്കളെ? അപ്പോ പാരീസ് ഉടമ്പടി ക്യോട്ടോ പ്രോട്ടോകോളിന്റെ കാലാവധി 2012 അവസാനിച്ചതിനെ തുടർന്ന് അതിൽ ഭേദഗതി വരുത്താൻ ഖത്തറില് അല്ലെ, ദോഹയില് ലോകരാഷ്ട്രങ്ങൾ ഒത്തുചേർന്നു. 2015 അങ്ങനെ ക്യോട്ടോ പ്രോട്ടോകോളിന് പകരം പാരീസ് ക്ലൈമറ്റ് എഗ്രിമെന്റ് ആണ് നമ്മൾ കൊണ്ടുവന്നത്. ഈ പാരീസ് ക്ലൈമറ്റ് എഗ്രിമെന്റ് അല്ലെങ്കിൽ പാരീസ് ഉടമ്പടി 2016 നവംബർ 4 പ്രാബല്യത്തിൽ വന്നു. 2050 ആകുമ്പോഴേക്കും എന്താണ്? ആഗോള താപന വർധനവ് 2 ഡിഗ്രി സെൽഷ്യസിനും താഴെയാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഈ ലക്ഷ്യം കണ്ടുകൊണ്ട് പേടിച്ചിട്ട് അമേരിക്ക എന്താ പറയുന്നത്? ഉടമ്പടിയിൽ നിന്നും പിൻവാങ്ങി. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? പാരീസ് ഉടമ്പടി പഠിച്ചു, ക്യോട്ടോ പ്രോട്ടോകോൾ പഠിച്ചു, അതുപോലെ തന്നെ മോൺട്രിയൽ പ്രോട്ടോകോൾ പഠിച്ചു. പ്രധാനപ്പെട്ട 3 പരിസ്ഥിതി ഉടമ്പടികളാണ് പഠിച്ചത്. ഇനി നമ്മൾ എന്ത് പഠിക്കും? പരിസ്ഥിതി സംഘടനകൾ പഠിക്കും. അത് കഴിഞ്ഞാൽ പരിസ്ഥിതിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സമിതികൾ പഠിക്കും. പരിസ്ഥിതികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രക്ഷോഭങ്ങൾ പഠിക്കും. ഇത്രയും കാര്യങ്ങൾ പറയുമ്പോഴാണ് പരിസ്ഥിതിയും പാരിസ്ഥിതിക പ്രശ്നങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്ക് തീരാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ടീച്ചറുടെ ചാനൽ കാണുന്നതെങ്കിൽ, ടീച്ചറുടെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.